ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ക്യാമറയുടെ ബേസിക്കുകളെ പറ്റിയാണ്. ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പരമമായ ബേസിക് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് എക്സ്പോഷറിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ചിത്രം എടുക്കുമ്പോൾ കൂടുതൽ വെളുത്ത് നശിച്ചു പോകാനോ കൂടുതൽ കറുത്ത് ഇരുണ്ടു പോകാനോ പാടില്ല. അതായത് ഒരു ചിത്രവും ഇരുണ്ടു പോകാനോ അതോ വല്ലാതെ വെളുത്ത് വിളറിപ്പോകാനോ പാടില്ല. ഇതാണ് കറക്റ്റ് എക്സ്പോഷർ. ഇനി എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് എക്സ്പോഷർ കിട്ടുക? ഫോട്ടോഗ്രാഫിയിൽ കറക്റ്റ് എക്സ്പോഷർ കിട്ടാനായി 3 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിന് പൊതുവെ നമ്മൾ ഫോട്ടോഗ്രാഫി ട്രയാങ്കിൾ എന്ന് പറയുന്നു. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 വശങ്ങൾ പോലെ. ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO എന്നിവയാണ് ആ 3 വശങ്ങൾ. ഈ 3 കാര്യങ്ങളും ബാലൻസ് ആകുമ്പോഴാണ് ഒരു ഫോട്ടോയ്ക്ക് കറക്റ്റ് എക്സ്പോഷർ കിട്ടുന്നത്. ഈ 3 ഘടകങ്ങളിൽ ഒന്നായ ഷട്ടർ സ്പീഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്കറിയാം, ലെൻസിലൂടെ വരുന്ന പ്രകാശം പുറകിലെ സെൻസറിൽ തട്ടുമ്പോഴാണ് ഫോട്ടോ എടുക്കപ്പെടുന്നത്. സെൻസറിൽ പ്രകാശം എത്ര സമയം പതിക്കണം എന്ന് കണക്കാക്കുന്നതാണ് ഷട്ടർ സ്പീഡ്. ഞാൻ വളരെ സിമ്പിളായി പറയാൻ ശ്രമിക്കാം. അതായത് നമ്മുടെ കണ്ണ് സെൻസർ ആണെന്ന് കരുതുക. എൻ്റെ ഈ 2 കൈകൾ ഷട്ടറും ആണെന്ന് കരുതുക. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അല്പസമയത്തേക്ക് ഷട്ടർ തുറക്കുന്നു, അടയ്ക്കുന്നു. ഈ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഇടയിലുള്ള സമയത്തെയാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന മാറിക്കൊണ്ടിരിക്കുന്ന വാല്യൂവിനെയാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഇത് സോണി ക്യാമറയുടെ ഇന്റർഫേസ് ആണ്. പല ക്യാമറകളിലും പല വിധത്തിലായിരിക്കും ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഷട്ടർ സ്പീഡ് കണക്കാക്കുന്നത് 1 സെക്കൻഡിന്റെ ഇത്ര ഭാഗം എന്നാണ്. ഉദാഹരണമായി ഷട്ടർ സ്പീഡ് 1/125 എന്നാണെങ്കിൽ 1 സെക്കൻഡിന്റെ 125ൽ ഒരു ഭാഗത്താണ് നമ്മൾ ഫോട്ടോ എക്സ്പോസ് ചെയ്തത് എന്ന് പറയാം. ഇത് പഴയൊരു ഫിലിം ക്യാമറയാണ്. ഷട്ടറിന്റെ പ്രവർത്തനം വളരെ എളുപ്പത്തിൽ ഇതിലൂടെ മനസ്സിലാക്കാം. സാധാരണ ക്യാമറകളിൽ 30 സെക്കൻഡ് മുതൽ 1/8000 സെക്കൻഡ് വരെയാണ് ഷട്ടർ സ്പീഡ് കാണാറ്. കൂടാതെ ബൾബ് മോഡ് എന്നൊരു മോഡും ഉണ്ടാകും. നമ്മൾ എത്ര നേരം ട്രിഗറിൽ വിരലമർത്തുന്നോ അത്രയും നേരം ഇത് ഷട്ടർ ഓപ്പൺ ആയി നിൽക്കും. വിരലെടുത്താൽ അത് റിലീസാകുന്നു. ക്യാമറയുടെ ഷട്ടറിന്റെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഷട്ടർ സ്പീഡിന്റെ പ്രധാന ഉദ്ദേശം ലൈറ്റ് കൺട്രോൾ ചെയ്യുക എന്നതാണ് എന്ന് നമുക്കറിയാം. ഷട്ടർ സ്പീഡ് കുറയുന്തോറും സെൻസറിൽ പതിക്കുന്ന പ്രകാശം കുറയുന്നു. ഷട്ടർ സ്പീഡ് കൂടുന്തോറും സെൻസറിൽ പതിക്കുന്ന പ്രകാശം കുറയുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു പ്രോസസ് കൂടെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഷട്ടർ സ്പീഡ് കുറയുന്തോറും ചലിക്കുന്ന വസ്തുക്കൾ കൂടുതലായി ബ്ലർ ആകുന്നതായി കാണാം. ഇതിനെ മോഷൻ ബ്ലർ എന്ന് പറയുന്നു. കൂടാതെ കുറഞ്ഞ ഷട്ടർ സ്പീഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ ചെറിയൊരു ചലനം പോലും ആ ചിത്രം ബ്ലറാക്കി കളയും. അതുപോലെ തന്നെ ഉയർന്ന ഷട്ടർ സ്പീഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഒരു ചലനത്തെ ഫ്രീസ് ചെയ്യുന്നു എന്ന് പറയാം. നമുക്കറിയാം, ഒരു സ്പോർട്സ് ഇവന്റിൽ അത്ലറ്റിന്റെ ചലനം വളരെ വേഗമേറിയതായിരിക്കും. ആ അത്ലറ്റിന്റെ വേഗമേറിയ ചലനം നമ്മൾ ഫ്രീസ് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കാനായി വളരെ ഉയർന്ന ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചേ മതിയാവും. ഏറ്റവും സിമ്പിളായ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ വേഗതയിൽ കറങ്ങുന്ന ഒരു ഫാനിന്റെ ഫോട്ടോ ആണിത്. വിവിധ ഷട്ടർ സ്പീഡുകളിൽ ഇത് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷട്ടർ സ്പീഡ് കൂടുന്തോറും ഫാൻ കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട്. വളരെ ഉയർന്ന ഷട്ടർ സ്പീഡിൽ വളരെ വ്യക്തതയോടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഷട്ടർ സ്പീഡിനെ വേണമെങ്കിൽ 3ആയി തരംതിരിക്കാം. സ്ലോ ഷട്ടർ സ്പീഡ്, നോർമൽ ഷട്ടർ സ്പീഡ്, ഹൈ ഷട്ടർ സ്പീഡ്. ഇതിൽ ഓരോന്നിന്റെയും ഉപയോഗം എന്താണ്? നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഷട്ടർ സ്പീഡാണ് നോർമൽ ഷട്ടർ സ്പീഡ് എന്ന് പറയാം. ഏകദേശം 1/60 മുതൽ 1/250 വരെയാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഷട്ടർ സ്പീഡ്. ആ ഷട്ടർ സ്പീഡിന് മേലെയുള്ളതിനെ ഹൈ സ്പീഡ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നു. അതിന് താഴെയുള്ളതിനെ സ്ലോ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ നോർമൽ ഷട്ടർ സ്പീഡിലായിരിക്കും. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നത് പ്രധാനമായും 2 മേഖലയിലാണ്. ഒന്നാമത്തേത് സ്പോർട്സ് ഫോട്ടോഗ്രാഫിയും രണ്ടാമത്തേത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുമാണ്. നമുക്കറിയാം, സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ വളരെ വേഗത്തിൽ നീങ്ങുന്ന അത്ലറ്റുകളുടെയും കളിക്കാരുടെയും ഫോട്ടോകൾ എടുക്കുവാൻ വളരെ ഉയർന്ന ഷട്ടർ സ്പീഡ് ആവശ്യമാണ്. അല്ലെങ്കിൽ അവരെല്ലാം ബ്ലർ ആയി പോകും. അതുപോലെ തന്നെയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. ഉദാഹരണത്തിന്, പറക്കുന്നൊരു പക്ഷിയുടെ ചിത്രം ഷെയ്ക്കില്ലാതെ എടുക്കുന്നതിനായി വളരെ ഉയർന്ന ഷട്ടർ സ്പീഡ് അത്യന്താപേക്ഷികമാണ്. ഇത് രണ്ടുമല്ലാതെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലാണ് ഉയർന്ന ഷട്ടർ സ്പീഡ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, വെള്ളം തെറിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഒരു തോക്കിൽ നിന്ന് ഉതിരുന്ന വെടിയുണ്ടയുടെ ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ
വളരെ ഉയർന്ന ഷട്ടർ സ്പീഡ് ആവശ്യമാണ്. ഇനി ഏതുതരം സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്ലോ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നത്? സ്ലോ ഷട്ടർ കൂടുതൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, ലൈറ്റ് പെയിന്റിംഗ്, ഗാലക്സി ഫോട്ടോഗ്രാഫി, അങ്ങനെ നിരവധി മേഖലകൾ. ആ വിഷയങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് കരുതുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് ഷട്ടർ സ്പീഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്പർച്ചറിനും ISOയും പറ്റി ചർച്ച ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.